ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KDSCIലും വാട്ടർ അതോറിറ്റിയിലും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലും കൂടാതെ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളിലും വന്നിട്ടുള്ള ഒഴിവുകളെ കുറിച്ചിട്ടാണ്. കരാർ നിയമനമാണ് വന്നിട്ടുള്ളത്. കുറഞ്ഞ യോഗ്യത വരുന്നത് 10ാം ക്ലാസ് ആണ്. അപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. ആദ്യം KDSCIൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിൽ KDSCIലാണ് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റൻറ്റ് ഫീൽഡ് ആൻഡ് CRM തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ആണ് ഈ തസ്തികകളിൽ നിയമനം നടത്തുന്നതിനായി അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഈ തസ്തികയിലേക്ക് താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് KDSCI നിയമനത്തിനായുള്ള മെയിൽ ID ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ജനുവരി 23 വരെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലകളിൽ നിന്നും ബിരുദമാണ്. നിലവിൽ 2 വിഭാഗങ്ങളിലായാണ് നിയമനം. മൊത്തം 51 ഒഴിവുകളാണ് വന്നിട്ടുള്ളത്. ആദ്യം പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് ഫീൽഡ് തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിരിക്കുന്നത്. 32 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. ശമ്പളം പ്രതിമാസം 15,000 രൂപ പ്ലസ് TA 3,000 രൂപയാണ് ലഭിക്കുന്നത്. ഉയർന്ന പ്രായപരിധി വരുന്നത് 35 വയസ്സ് വരെയാണ്. 1/1/2026 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് CRM തസ്തികയിലേക്കാണ് ഒഴിവ് വന്നിട്ടുള്ളത്. 19 വേക്കൻസിയാണ് വന്നിട്ടുള്ളത്. ക്വാളിഫിക്കേഷൻ വരുന്നത് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദമാണ്. ശമ്പളം പ്രതിമാസം 15,000 രൂപയാണ് ലഭിക്കുന്നത്. പ്രായപരിധി വരുന്നത് 35 വയസ്സ് വരെയാണ്. 1/1/2026 കണക്കാക്കിയാണ് ഏജ് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി വരുന്നത് 2026 ജനുവരി 23 വരെയാണ്. അപ്പോൾ തിരുവനന്തപുരം സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് CMD പ്രോഗ്രാം സപ്പോർട്ട് അസിസ്റ്റന്റ് തസ്തികകളിൽ കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. 6 മാസത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക. ഉദ്യോഗാർത്ഥികളുടെ ജോലിയിലെ പ്രകടന മികവിനെ അടിസ്ഥാനമാക്കി ഇത് നീട്ടുന്നതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ തിരുവനന്തപുരത്തെ സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ പേറോളിലായിരിക്കും നിയമിക്കുക. സംസ്ഥാനത്തെ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ ആവശ്യമായ സേവനം നൽകുന്നതിനായി KDSCIൻ്റെ വിജ്ഞാന കേരളം പദ്ധതിക്കായി വിന്യസിക്കുകയും ചെയ്യും. അപേക്ഷകർക്ക് സാധുവായ ഒരു ഇമെയിൽ ID മൊബൈൽ നമ്പറും ഉണ്ടായിരിക്കണം. റിക്രൂട്ട്മെൻറ്റ് പ്രക്രിയ പൂർത്തിയാകുന്നത് വരെ ഇത് സജീവമായി സൂക്ഷിക്കേണ്ടതാണ്. യോഗ്യതയും പരിചയവും തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും വിശദമായ CVയും പകർപ്പുകളും KDS recruitment 2025.01@gmail.com എന്ന വിലാസത്തിൽ സമർപ്പിക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 2026 ജനുവരി 23 വൈകുന്നേരം 5 മണി വരെയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നിർദ്ദിഷ്ട അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് അപേക്ഷിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്കും അപേക്ഷാ ഫോമിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായി വായിച്ച് നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ ഏഴംകുളം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ താൽക്കാലിക ഡ്രൈവറെ നിയമിക്കുന്നുണ്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി ജനുവരി 16 വരെയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് പത്തനംതിട്ട ജില്ലയിൽ ചിറ്റാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആർദ്രം പദ്ധതിയുടെ ഭാഗമായി നഴ്സ് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സർക്കാർ അംഗീകൃത BSc നഴ്സിംഗ് അല്ലെങ്കിൽ ജനറൽ നഴ്സിംഗ് കോഴ്സ്, കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ യോഗ്യതയാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ചിറ്റാർ പഞ്ചായത്ത് പരിധിയിലുള്ളവർക്കും പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന ലഭിക്കും. പ്രായപരിധി 45 വയസ്സ് വരെയാണ്. സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ജനുവരി 17 രാവിലെ 11 മണിക്ക് റാന്നി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ ഇന്റർവ്യൂവിന് ഹാജരാവണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കോട്ടയം ജില്ലയിൽ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഓഫീസിൽ അക്കൗണ്ടന്റ്, എരുമേലി പിൽഗ്രിം അമ്യൂണിറ്റി സെന്ററിൽ റൂം ബോയ് കം ക്ലീനർ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനത്തിന് അഭിമുഖം നടത്തുന്നുണ്ട്. അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് യോഗ്യത വരുന്നത് BCom, ടാലി, മലയാളം ടൈപ്പിംഗും അക്കൗണ്ടിങ്ങിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയമാണ്. റൂം ബോയ് കം ക്ലീനർ തസ്തികയിലേക്ക് SSLC ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. പ്രായപരിധി വരുന്നത് 36 വയസ്സ് വരെയാണ്. DTPC ഓഫീസിൽ നേരിട്ടോ തപാൽ മുഖേനയോ ജനുവരി 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിൽ കേരള വാട്ടർ അതോറിറ്റിയിൽ റീഡിങ്ങിന് 15 രൂപ പ്രകാരം മീറ്റർ റീഡിംഗ് എടുക്കുന്നതിന് പീരുമേട്, പെരുവന്താനം, കൊക്കയാർ, ഏലപ്പാറ, ഉപ്പുതറ, വിപ്പെരിയാർ, കുമിളി, ചക്കുമ്പളം പഞ്ചായത്തുകളിൽ വിമുക്ത ഭടന്മാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള വിമുക്ത ഭടന്മാർ ഇടുക്കി ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ ജനുവരി 15 വൈകിട്ട് 5 മണിക്ക് മുൻപായി അപേക്ഷ സമർപ്പിക്കണം. വിശദ വിവരങ്ങൾ ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നിന്നും പ്രവൃത്തി ദിനങ്ങളിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.